ദക്ഷിണ ചൈന കടലിൽ രണ്ട് കപ്പലുകൾ ഏറ്റുമുട്ടി എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പ്രധാനമായും ചൈനീസ് കപ്പലും വിയറ്റ്നാമീസ് കപ്പലുമാണ് ഇപ്പോൾ ഏറ്റുമുട്ടിയത്. അമേരിക്ക അവരുടെ രണ്ട് പടക്കപ്പലുകളെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ കുറച്ചു കാലമായി US നിരീക്ഷിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ കപ്പലുകളുടെ സ്ഥാനം ദക്ഷിണ ചൈന കടലിലെ തർക്കമുള്ള ഒരു തീരപ്രദേശത്ത് US ഇപ്പോൾ കൊണ്ട് വിന്യസിച്ചിരിക്കുകയാണ്. ഈ തർക്കമുള്ള തീരപ്രദേശം എന്ന് പറയുന്നത് സ്കാൽബ്രോ ഷോൾ എന്ന് പറയുന്ന ഐലൻഡാണ്. അടുത്തിടെ 2 ദിവസം മുമ്പ് 2 ചെറിയ ഫിലിപ്പൈൻ കപ്പലുകൾ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചൈനീസ് നാവികസേനയുടെയും ചൈനീസ് കോസ്റ്റ് ഗാർഡിൻ്റെയും 2 കപ്പലുകൾ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി പാശ്ചാത്യ ഏഷ്യൻ രാജ്യങ്ങളിൽ ആശങ്ക ഉയർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം USS ഹിഗൻസും USS സിൻസിനാറ്റിയും സ്കാർബ്രോ ഷോളിൽ നിന്ന് ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലെ ഇപ്പോൾ കിടക്കുകയാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഫിലിപ്പൈൻ കോസ്റ്റ് ഗാർഡ് കൊമോഡർ JD ടെറില്ല പറയുന്നുണ്ട്. US ഉദ്യോഗസ്ഥരും ഫിലിപ്പൈൻ നിരീക്ഷണ വിമാനവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചൈനീസ് നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന 2 കപ്പലുകൾ സ്കാർബ്രോയിൽ നിന്ന് ഏകദേശം 10.5 നോട്ടിക്കൽ മൈൽ അകലെയുള്ള BRP സുലുവാൻ എന്ന ചെറിയ ഫിലിപ്പൈൻ കപ്പലിലെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. ബുധനാഴ്ച നടന്ന അപകടകരമായ സംഭവത്തിൽ ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നിലാണ് ഇപ്പോൾ കൂട്ടിയിടി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദക്ഷിണ ചൈന കടലിലെ സ്കാർബ്രോ ഷോളിനും മറ്റു ഓഫ് ഷോർ പ്രദേശങ്ങൾക്കും ചൈനയും ഫിലിപ്പൈൻസും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ എന്നിവയും ഈ തർക്ക ജലാശയങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നു. ചൈനീസ് ആക്രമണങ്ങളെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്ക്വാഡ് പ്രതിരോധ സഖ്യം കുറച്ചു കാലമായി സജീവമാണെന്ന് ഇവിടെ പരാമർശിക്കേണ്ട കാര്യമാണ്. ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്കെതിരായിട്ടുള്ള തന്ത്രത്തിന് US, ജപ്പാൻ, ഓസ്ട്രേലിയ, വിയറ്റ്നാം എന്നിവയ്ക്ക് പുറമെ ദക്ഷിണ കൊറിയയും ഇന്ത്യയും വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.